ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു, 6 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നത്. അതിന് നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ്. പഞ്ചസാര ചേർക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കെമിക്കലും ചേർക്കുന്നില്ല. തിളച്ച വെള്ളത്തിൽ നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെച്ച് അതിലെ അണുക്കളൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളത് ഉണക്കി എടുത്തിട്ടാണ് നമ്മൾ ബോട്ടിൽ സ്റ്റെറൈലാക്കുക അല്ലേ. എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പം ജ്യൂസും നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിലല്ല, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്, ഫ്രീസറിലും അല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെയോ സംശയം ചോദിച്ചിരുന്നു ഫ്രീസറിലാണെന്ന്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 5 പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി അങ്ങ് ചെയ്ത് വെച്ചു. കുറച്ച് ചെയ്യുന്നതും കൂടുതൽ ചെയ്യുന്നതും എല്ലാം കഷ്ടപ്പാട് സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആ കറുത്ത കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, എനിക്കതിൻ്റെ പേരറിയില്ല, അത് ഒന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കഴിക്കുമ്പം പൈനാപ്പിൾ ഫ്രൂട്ടായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ നാവ് ചൊറിയും അല്ലേ. പക്ഷേ ഇത് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മളിത് അരിച്ചാണല്ലോ എടുക്കുന്നത്. അപ്പം ആ കറുത്ത ഭാഗമൊക്കെ നമ്മൾ അരിച്ച് വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോയിക്കോളും. അപ്പം പൈനാപ്പിൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ നടുവിലുള്ള ആ ഒരു ഭാഗം കളഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇപ്പം 5 പൈനാപ്പിൾ കട്ട് ചെയ്തപ്പം എനിക്ക് ഇത്രയാണ് കിട്ടിയത്. അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് നമുക്ക് ഒരു 3-4 മാസത്തേക്ക്, ഈ ഒരു വേനൽക്കാലം കഴിയുന്നത് വരേക്കുള്ള ജ്യൂസിനുള്ളതുണ്ട്. അപ്പം ഇതിനെ മിക്സിയുടെ ഒരു ജാറിലേക്കിട്ട് അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടി എടുത്തു. അല്ലെങ്കിൽ നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കുമ്പം ഇത് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചത്. നന്നായിട്ട് അരയണം. ഗ്രേപ്പ് ജ്യൂസിൻ്റെ അതിൽ ഞാൻ ജസ്റ്റ് 2 പൾസ് മതിയെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെയല്ല, എത്ര അരയ്ക്കാൻ പറ്റുമോ അത്ര നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം. അതിന് കുറച്ച് സമയം എടുക്കും, കാരണം ഇതിൽ കുറച്ച് കൂടുതൽ വേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പം നിങ്ങളത് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക. ബാക്കിയുള്ള പൈനാപ്പിളും ഇതുപോലെ ഓരോ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് അരിച്ച് നമുക്ക് എടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഗ്രേപ്സിൻ്റെ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ ചാനലാണ്, തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഗ്രേപ്സിൻ്റെ വീഡിയോയിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും വേസ്റ്റും ഇത്രയും ജ്യൂസുമാണ് കിട്ടിയത്. ഈ ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി ഒരു അത്യാവശ്യം ഒരു 3-4 ലിറ്ററോളം വരും. ഇനി ഇതിനെ ഞാനൊരു ഗ്യാസ് സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു. ഇത് നമുക്കിനി നന്നായിട്ട് വറ്റിച്ച് ഇതിലെ വെള്ളമെല്ലാം, നമ്മളിപ്പോൾ ഇതിലേക്ക് മൊത്തം 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 4 തവണയായിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ ഓരോ തവണയും ഓരോ ഗ്ലാസ് വെള്ളം ചേർത്തു. ഇനി ഈ വെള്ളമെല്ലാം നമുക്ക് വറ്റിച്ചെടുക്കണം. ഇതിലിപ്പോൾ നിറയെ പതയുണ്ട്. ഈ പതയെല്ലാം വറ്റി വരുന്നതാണ് ഇത് പാകമായെന്നുള്ളതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പഞ്ചസാര ചേർക്കണം. 4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. ഇതിലേക്ക് ഞാനിപ്പം 3 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ പഞ്ചസാര കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അത് ചീത്തയാവാതെ ഇരുന്നോളും. പഞ്ചസാര ഒരു പ്രിസർവേറ്റീവായിട്ട് ഇവിടെ വർക്ക് ചെയ്തോളും. അങ്ങനെ ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർത്തു. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, അതായത് പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ചും പിന്നെ ഇത് എത്ര നാൾ ഇരിക്കണം എന്നതിനനുസരിച്ച്, ഇപ്പം നിങ്ങൾക്ക് 1 മാസമൊക്കെ ഉപയോഗിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്താൽ മതി. പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതിന് മുകളിൽ കാണുന്ന ഈ പത ഇല്ലാണ്ടാവണം. അതാണ് ഇതിൻ്റെ ഒരു പരുവെന്നുള്ളത്.
അപ്പം നമുക്കിനി ഇത് നന്നായിട്ട് ഇളക്കണം. കുറച്ച് സമയമെടുക്കും. ഒരു 1 1/2 മണിക്കൂർ എടുത്തു എനിക്കിതൊന്ന് ശരിയായി കിട്ടാൻ. പക്ഷേ നമ്മളിത് ചെയ്യുമ്പോൾ ഒരിത്തിരി കഷ്ടപ്പാടുണ്ട്. ഇത് അരിച്ചെടുക്കാൻ ഇത്തിരി കഷ്ടപ്പാടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം വറ്റി വരാൻ ഇത്തിരി കഷ്ടപ്പാടുണ്ട്. പക്ഷേ വൺസ് നമ്മൾ ഒരു ദിവസം ഇതിനു വേണ്ടി നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു 2, 3 ഐറ്റം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീടുള്ള ദിവസങ്ങൾ ഈസിയാണ്. ഇപ്പോൾ ഇത് പരുവത്തിനായിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ ഇതിൽ വറ്റരുത്. ഇതിലും കൂടുതൽ ഇത് വറ്റിയാൽ അതൊരു ജാമിൻ്റെ ഒരു ടെക്സ്ചറിലോട്ട് മാറും. ഇപ്പോൾ ഇത് ഓക്കെയാണ്. ഇത് നമുക്കിനി ഗ്യാസൊക്കെ ഓഫാക്കി നമുക്കിതിന് തണുക്കാൻ വയ്ക്കാം. ഒരു 5, 6 മണിക്കൂറോളം എടുക്കും നന്നായിട്ട് തണുത്ത് കിട്ടാൻ. തണുത്തതിന് ശേഷം ഞാനത് നല്ലൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഗ്ലാസ് ജാറിൽ തന്നെ ആവണം, എങ്കിലാണത് കൂടുതൽ അതിന് ലൈഫ് ഉണ്ടാകുക. ഇതിനെ നമുക്കിനി എങ്ങനെയാണ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റാൻ നോക്കാം. ഞാനൊരു 1/4 ഗ്ലാസ് ജ്യൂസ് എടുത്തു. അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു, ഐസ് ക്യൂബ് ഇട്ടു, മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. മധുരം ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ ജ്യൂസ് എടുക്കുന്ന 1/4 ഗ്ലാസ് എന്നുള്ളത് അതിലും കുറയ്ക്കണം. ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അതും പറഞ്ഞു മധുരം ഇത്തിരി കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ കുക്ക് ചെയ്യുമ്പം പഞ്ചസാര ആവശ്യത്തിന് ചേർത്തോളൂ. അത്യാവശ്യം പഞ്ചസാര ഉണ്ടെങ്കിലാണ് ഇത് കേടാവാതിരിക്കുക. പിന്നെ നമ്മളത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പം പഞ്ചസാര ചേർക്കാതിരുന്നാൽ മതി. അതല്ല വീണ്ടും മധുരം കൂടുതലാണെങ്കിൽ വെള്ളം കുറച്ചും കൂടി ചേർത്ത് അത് ലൂസാക്കിയാൽ മതി. എന്തായാലും നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.